അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാ, ഇന്ന് നമ്മളെ 4 കിതാബുകളെ കുറിച്ചും മലക്കുകളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പാട്ടിലൂടെ പഠിക്കാം. എങ്ങനെ പഠിക്കുന്നത്? പാട്ടിലൂടെ. 4 കിതാബുകൾ ഏതെല്ലാം എന്നറിയാമോ ചങ്ങാതി? മൂസാ നബിക്ക് തൗറാത്ത്, ഈസാ നബിക്ക് ഇഞ്ചീല്, സബൂർ ദാവൂദ് എന്നോർക്ക്, ഖുർആൻ നമ്മുടെ നബിയോർക്ക്. ഖുർആൻ ആർക്കാണ്? അപ്പൊ എത്ര കിതാബുകളുണ്ട്? 4 കിതാബ്. ഏതൊക്കെയാണ്? തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആൻ. ഏത് നബിമാർക്കാണ് തൗറാത്ത്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്, ഇഞ്ചീല് ഈസാ നബി അലൈഹി ഇസ്ലാമിന്, സബൂർ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്, ഖുർആൻ അതാണ് നമ്മൾ പഠിച്ചത്. 4 കിതാബുകൾ ഏതെല്ലാം? ഒന്ന് പാടി നോക്കെ. 4 കിതാബുകൾ ഏതെല്ലാം എന്നറിയാമോ ചങ്ങാതി? മൂസാ നബിക്ക് തൗറാത്ത്, ഈസാ നബിക്ക് ഇഞ്ചീല്, സബൂർ ദാവൂദ് എന്നോർക്ക്, ഖുർആൻ നമ്മുടെ നബിയോർക്ക്. എത്ര മിനിറ്റ് കൊണ്ട് പഠിച്ചു? 1 മിനിറ്റ് കൊണ്ട് പഠിച്ചു അല്ലേ? ഇനി 4 മലക്കിന്റെ പേര് പഠിക്കണ്ടേ നമുക്ക്? 4 മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ. വഹി കൊടുക്കും ജബ്രായീൽ, മഴ പെയ്യിക്കും മീകായിൽ, കാഹളമൂതും ഇസ്രാഫീൽ, റൂഹ് പിടിക്കും അസ്റായീൽ. റൂഹ് പിടിക്കുന്ന മലക്കിന്റെ പേരേതാ? അപ്പൊ ഏതൊക്കെ 4 മലക്കിന്റെ പേര്? 10 മലക്കിന്റെ പേര് നമ്മൾ നിർബന്ധമായിട്ട് അറിയണം. 10 മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ എന്ന് പറയുമ്പോൾ പഠിക്കണം. അപ്പൊ 4 മലക്കിന്റെ ആദ്യമേ പഠിക്കാം. ആദ്യമേ ബാക്കി 6 മലക്കിന്റെ കൂടെ നമുക്ക് പേര് ഇൻഷാ അല്ലാഹ് പഠിക്കണം അല്ലേ? അപ്പൊ ആ പാട്ടൊന്ന് പാടാം. 4 മലക്കിൻ പേരുകൾ ഞാൻ പാടിയൊക്കെ. 4 മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ. വഹി കൊടുക്കും ജബ്രായീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വേറെ പേരാണ് എന്താണ്? ജബ്രായീൽ. വഹി കൊടുക്കും ജബ്രായീൽ, മഴ പെയ്യിക്കും മീകായിൽ, കാഹളമൂതും ഇസ്രാഫീൽ, റൂഹ് പിടിക്കും അസ്റായീൽ. അല്ലേ? അങ്ങനെ നമുക്ക് ഒരുപാട് പാട്ടുകൾ പഠിക്കാനുണ്ട് അല്ലെ? നിസ്കാരത്തെ കുറിച്ച് പഠിക്കണ്ടേ? വദൂനെ കുറിച്ച് പഠിക്കണ്ടേ? നിസ്കാരത്തിന് എത്ര ഫർളുണ്ട്? പെട്ടെന്ന് പറയണം. 14 ഫർള്. എത്ര ഫർളാ? 14 ഫർളാണ് നമസ്കാരത്തിന്. 14-1 കേട് വന്നാൽ എന്തിന്? നിസ്കാരം അപ്പോൾ തന്നെ പിഴവായി പോകുമേ. നിൽക്കുന്നു റബ്ബിൻ മുമ്പിൽ എന്തിന് ഭംഗമേ? നിയ്യത്ത് വേണം അതാദ്യമായി ഫർളൊന്നതാ. നിയ്യത്ത് കൂടാതുള്ള മൽപ്പാഴായതാ. തക്ബീറത്തുൽ ഇഹ്റാം 2-ാം ഫർളടോ. തക്ബീർ നിയ്യത്തോടെ ചേർക്കണം അറിയടോ. അല്ലെ? കഴിവുള്ളവൻ ഫർളിന് വേണ്ടി നിൽക്കണം. കഴിയാതെ വന്നാൽ ഖിബില കൊള്ളയിരിക്കണം. 4-മതായി നീ ഫാത്തിഹ ഒന്നോദണം. 4 റക്അത്തെങ്കിലും അത് തുടരണം. മാറ്റി തിരിച്ചിട്ടക്ഷരം മറിക്കല്ലേ. മാറ്റം വരും തരം അർത്ഥവും വരുത്തല്ലേ. ഹറക്കാത്ത് സക്കനാത്തൊക്കെയും ശ്രദ്ധിക്കണേ. ഷദ്ദുള്ള ദിക്കിൽ ശ്രദ്ധയോടെ മോദണേ. മസ്ബൂഖിനോതി തീർക്കണം എന്നില്ല. മസ്അല പഠിക്കാൻ ആരുമേ ഇന്നില്ല. 4 ഫർളേ പറഞ്ഞുള്ളൂ. ഇനി എത്ര ഫർളുണ്ട്? 10 ഫർള് കിടക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കണ്ടേ? അതേപോലെ നമ്മൾ ആദ്യമേ പഠിച്ച കുറെ പാട്ടുകളുണ്ട് അല്ലേ? നമ്മൾ പാട്ട് പറയാം. അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചില്ലേ? 1-ാമത്തെ പാട്ട് എന്താ? കണ്ണുകൾ തന്നവനാരാണ്, കാതുകൾ തന്നവനാരാണ്, കൈകൾ തന്നവനാരാണ്, കാലുകൾ തന്നവനാരാണ്, എല്ലാം അല്ലാഹു, എല്ലാം അറിയും അല്ലാഹു. പഠിച്ചില്ലേ? പിന്നെ അവൾ വേറെ പാട്ട് പഠിച്ച്. ലക്ഷം നക്ഷത്രം ആകാശത്തിൽ കണ്ടില്ലേ? ആരാണവയെല്ലാം അവിടെ തൂക്കിയതമ്മാവ. ആദ്യവും അന്ത്യവുമില്ലാത്ത ലോകനിയന്താവല്ലാഹു. അല്ലേ? അല്ലാഹുവിനെ കുറിച്ച് കുറെ പാട്ടുകൾ പഠിച്ച്. വേറെ പാട്ട് പഠിച്ചില്ലേ? നോക്കൂ ആകാശം, നമ്മുടെ മേലെ ആകാശം, ചൂടും വെയിലും നൽകും സൂര്യൻ, ചില നേരത്ത് തീകോളം. അമ്പിളി കണ്ടോ ചിരിതൂകി, അമ്പരമാകെ നിറമേകി, ലങ്കി മിനുങ്ങും താരങ്ങൾ, പുഞ്ചിരി അഞ്ചുന്ന ആകാശം. കുട്ടികളെ നാം ചിന്തിക്കൂ, ഇവയുടെ പിന്നിൽ ആരാണ്? നമ്മുടെ നാഥൻ അല്ലാഹു. വേറെ പാട്ട് ഇവിടെ പഠിച്ചില്ലേ? ഏതാ പഠിച്ചത്?
ചുറ്റും നോക്കൂ കുട്ടികളെ, കണ്ടില്ലേ പൂമ്പാറ്റകളെ, മരവും ചെടിയും പൂവുകളും മലയും പുഴയും തോടുകളും, അമ്പിളി സൂര്യൻ ഗോളങ്ങൾ, ആയിരം താരങ്ങൾ, ഒക്കെ പടച്ചവനാരാണ്? ഒക്കെ പടച്ചവൻ ആരാണ്? ഒക്കെ പടച്ചവൻ അഹദാൻ അല്ലാഹു, അഖില നിയന്താവല്ലാഹു, അകപുറമറിയും അല്ലാഹു, അതികരുണാമയൻ അല്ലാഹു ഭയങ്കരമായി കരുണ ചെയ്യുന്നവനാ. അതാണ് റഹ്മാനും റഹീമും പറയുന്നത്. ബിസ്മില്ലാഹി റഹ്മാനും റഹീം. നമുക്ക് എപ്പോഴും കരുണ ചെയ്തുകൊണ്ടിരിക്കുക അല്ലാഹു. ഓരോ നിമിഷവും നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലാഹു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബിസ്മിയല്ലാണ്, ബിസ്മി മറക്കരുത് കേട്ടോ. ബിസ്മി മറക്കരുത്. നല്ലത് ചെല്ലാം ബിസ്മില്ല, നല്ലത് ചെയ്യാൻ ബിസ്മില്ല, നല്ലൊരു വാക്യം ബിസ്മില്ല, നമുക്ക് ചെല്ലാം ബിസ്മില്ല, ആദ്യം മൊഴിയാൻ ബിസ്മില്ല, ആരംഭിക്കാൻ ബിസ്മില്ല, തീനും കുടിയും ബിസ്മില്ല, തുടക്കമേതിനും നമുക്ക് തുടക്കം, എല്ലാത്തിനും തുടക്കം നമ്മൾ എന്തുകൊണ്ടായിരിക്കണം? ബിസ്മില്ല ഉണ്ടായിരിക്കണം അല്ലേ? അല്ലേ? നീ പാട്ടുകൾ ഒരുപാട് പാടുന്നുണ്ട്. ഒരു പാട്ട് കൂടെ പാടിയാൽ നിർത്താം. ഏതാണെന്നറിയോ? പാരിതിലെങ്ങും വെട്ടം നൽകി ശോഭ പരത്തിയതല്ലാഹു. എന്താ പറഞ്ഞത്? പാരിതിലെങ്ങും വെട്ടം നൽകി ശോഭ പരത്തിയതല്ലാഹു, പന്ത് പിടിച്ച് കറക്കും മാതിരി ഭൂമി കറക്കും അല്ലാഹു. എന്താ പറഞ്ഞത്? പന്ത് പിടിച്ച് കറക്കും മാതിരി ഭൂമി കറക്കും അല്ലാഹു, ഗാലക്സികളും ഗോളാദികളും പടച്ച റബ്ബാണ് അല്ലാഹു, ഗാലക്സികളും ഗോളാദികളും പടച്ച റബ്ബാണ് അല്ലാഹു. ഓർക്കുക, ഓക്സിജൻ നേരത്തെല്ലാം നമുക്ക് നൽകിയത് അല്ലാഹു. നമ്മൾ ശ്വസിക്കുന്നത് എന്തുവാ? ഓക്സിജൻ. പുറത്തുവിടുന്ന എന്തുവാ? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഓർക്കുക, ഓക്സിജൻ നേരത്തെല്ലാം നമുക്ക് നൽകിയത് അല്ലാഹു, വിതച്ച വിത്തുകൾ മുളച്ചു പൊന്തി ചന്തം നൽകിയത് അല്ലാഹു, വിതച്ച വിത്തുകൾ മുളച്ചു പൊന്തി ചന്തം നൽകിയത് അല്ലാഹു, രാവും പകലും നൽകി ജീവിത കൂടു വിതച്ചതും. നമുക്ക് മുത്തുനബിയെ കുറിച്ച് പാട്ട് പാടണ്ടേ? പാടണം. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് സല്ലല്ലാഹ്. നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ്, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്. അല്ലാഹുവിന്റെ റസൂലാണ്, നേർവഴി കാട്ടിയ നബിയാണ്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. മുത്തു നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ. എവിടാണ്? മുത്തുനബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ. ആ മുത്തുനബിയോടൊപ്പം നമുക്ക് സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഉസ്താദന്മാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലാഹു തആല എല്ലാവിധമായ ഖൈറും ബർക്കത്തും റഹ്മത്തും ചൊരിയുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.